ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ 1/2 കിലോഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഇല്ലെങ്കിൽ വിനെഗർ, ഇത്രയും ചേർത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മിനിമം ഒരു ഹാഫ് അവറെങ്കിലും നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഗ്രേവി ഉണ്ടാക്കുന്നതിനായി 5-6 തക്കാളി, ഒരു ചെറിയ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ ഒരു പിടി കാഷ്യൂനട്ട് ഇത്രയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഒന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതേ പാനിൽ തന്നെ നമുക്ക് അല്പം കൂടി ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കാം. അതുപോലെ 3 ഏലക്കയും ഒരു ചെറിയ കഷ്ണം ജാതിപത്രയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആവശ്യമാണെങ്കിൽ അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി കുക്കായി വന്നതിന് ശേഷം ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം. ഇത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഗ്രേവി എത്ര തിക്നെസ് വേണോ അത്രയും സമയം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1/2 ടീസ്പൂൺ പഞ്ചസാര, 1/4 കപ്പ് ഫ്രഷ് ക്രീം, അല്പം കസൂരി മേത്തി ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിന് മുകളിലായി അല്പം ബട്ടറും ഫ്രഷ് ക്രീം, കസൂരി മേത്തിയൊക്കെ ഇട്ട് കൊടുത്തൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.